റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇക്കൊല്ലവും ഡിജിറ്റൽ ഫണ്ട് വരും. ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും 3000 രൂപ വീതമാണ് നിർബന്ധിതമായി പിരിച്ചെടുക്കുന്നത്. കഴിഞ്ഞ വർഷം അനധികൃത ഫണ്ട് പിരിവ് റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെ ഫണ്ട് പിരിവ് പാടില്ലെന്ന് DD നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഉത്തരവ് നിലനിൽക്കെയാണ് ഇക്കൊല്ലവും മാനേജ്മെന്റ് ഫണ്ട് പിരിക്കുന്നത്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ കുടയൊക്കെ പിടിച്ചാണല്ലോ ഇതിപ്പോൾ. മഴയുണ്ടോ അവിടെ? ഡോക്ടർ, ഇന്ന് കണ്ണൂരിൽ യെല്ലോ അലേർട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ മഴയുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മഴയില്ല എന്ന് തന്നെയാണ്. ഇവിടെ കാസർഗോഡ് അവധി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അർജുൻ? ഇല്ല, ചെറിയ ഒരു മഴയൊക്കെ സാധാരണയല്ലേ. അപ്പോൾ ആ മഴ പെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു അർജുൻ. അർജുൻ, നമ്മുടെ ഈ സ്കൂളിലേക്ക് വന്നാൽ നിങ്ങളൊക്കെ രാവിലെ അതെ എണീറ്റ് മെസ്സേജ് നോക്കും, മഴയുണ്ടോ, ഇതൊരു അങ്കിളെ ഇന്ന് സ്കൂളുണ്ടോ, കളക്ടറോടൊന്ന് പറയൂ എന്ന രാവിലത്തെ കുറേ മെസ്സേജുകൾ വരും പേഴ്സണലായിട്ട്. അപ്പോൾ അർജുൻ, നമ്മൾ ഈ സ്കൂളിലേക്ക് വന്നാൽ ഈ സ്കൂളിൽ നിന്ന് എന്താണിത്? നേരത്തെ ഒരു ഉത്തരവ് കിട്ടിയിട്ട് ഇവർ പഠിച്ചില്ലേ? വീണ്ടും ഈ നിർബന്ധിതമായ പണപ്പിരിവിന് ഇറങ്ങിയിരിക്കുകയാണോ സ്കൂൾ? തീർച്ചയായിട്ടും ഡോക്ടർ, ഒരു തീവെട്ടിക്കൊള്ള എന്ന് പറഞ്ഞാൽ അതിലും കടന്ന കൈ എന്ന രീതിയിൽ വേണം കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നടക്കുന്ന ഈ ഫണ്ട് പിരിവിനെ കാണാൻ വേണ്ടി. കാരണം കഴിഞ്ഞ 2024 തന്നെ സ്കൂളിൻ്റെ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത്തരം ഫണ്ട് പിരിവ് വലിയ രീതിയിൽ ചർച്ചയായതാണ്, വാർത്തയായതാണ്. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയതാണ്. അതിന് പിന്നാലെ രക്ഷിതാക്കൾ DDക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ അതിൽ ആ സാഹചര്യത്തിൽ, ആ ഘട്ടത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഉത്തരവ് സ്കൂളിൽ നൽകി. അതായത് ഇങ്ങനെ ഉള്ളൊരു ഫണ്ട് പിരിവ് പാടില്ല എന്നുള്ളതാണ്. എൻ്റെ കൈവശവും അതിൻ്റെ ആ ഉത്തരവ് നൽകിയതിൻ്റെ പകർപ്പ് തന്നെയാണ് എൻ്റെ കൈവശവും ഉള്ളത്. 17/7/2024 നൽകിയിട്ടുള്ള ഉത്തരവാണ്. അതായത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഡിജിറ്റൽ ക്ലാസ് റൂം പിരിവ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന സംബന്ധിച്ച പരാതി ബഹുബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളിൽ നിന്നും പണം ശേഖരണം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് നൽകിയിട്ടുള്ള ഉത്തരവ്. പക്ഷേ പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ 3000 രൂപ വീതം കുട്ടികളിൽ നിന്ന് വീണ്ടും പിരിച്ചെടുക്കുകയാണ്. അതിനുള്ള ആനുകൂല്യങ്ങൾ ആ കുട്ടികൾക്ക് ലഭിക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പുമൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കൂടി ഒന്ന് കാര്യക്ഷമമായി ഇടപെടണമെന്നുള്ള അഭ്യർത്ഥനയാണ് അവിടെയുള്ള രക്ഷിതാക്കൾ പറയുന്നത്. പണത്തിന് മീതെ മന്ത്രിയോ വകുപ്പോ ഒന്നും പറക്കാത്ത സ്ഥിതിയാണോ എന്നുള്ള സംശയം പോലും രക്ഷിതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ, ഓക്കെ, താങ്ക് യു അർജുൻ കല്യാട്. തീർച്ചയായിട്ടും അത് രക്ഷിതാക്കളിൽ നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂർ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എന്താണ് മാനേജ്മെന്റ് ഇങ്ങനെ കാണിക്കുന്നത്? വിദ്യാർത്ഥിയിൽ നിന്ന് 3000 രൂപയൊക്കെ പിരിക്കുക, അതുപോലെ എയ്ഡഡ് സ്കൂളല്ലേ, ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവുന്നേ. ഡിജിറ്റൽ ഫണ്ട് പിരിവാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവുണ്ടായിരുന്നിട്ടും തീർച്ചയായിട്ടും അതിനെതിരെ നടപടി ഉണ്ടാവണം.